ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള പാൻ കേക്ക്സ് റെഡിയാക്കിയാലോ. അപ്പം അതിനുവേണ്ടി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് 3/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം നമ്മൾ ഇതിനു വേണ്ടി എടുക്കാനായിട്ട്. അതോടൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് 3/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. സാധാ നമ്മൾ പാക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഗോതമ്പ് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ പതിയെ വേണം മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. ഞാൻ വീഡിയോയിൽ സ്പീഡിലിട്ട് കാണിച്ചിരിക്കുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. ബാറ്റർ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഒരു പരന്ന പാൻ വെച്ച് നമുക്ക് നേരെ നമ്മുടെ പാൻ കേക്ക്സ് ഒക്കെ റെഡിയാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം ഇതുപോലെ ആയി കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു അളവ് വെച്ച് നമുക്കൊരു 7 പാൻ കേക്ക്സ് വരെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തുവിടാൻ പറ്റിയൊരു പാൻ കേക്ക് റെസിപ്പി കൂടിയാണിത്. നമുക്കിത് സെർവ് ചെയ്യുമ്പോൾ തേനോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ കൂട്ടി കഴിക്കാവുന്നതാണ്. നമുക്ക് വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് പാൻ കേക്ക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.